നമസ്കാരം. സുഹേൽസ് മാത്സ് വേൾഡിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ആൾജിബ്രയുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ്. അപ്പം ആൾജിബ്രയിൽ നമ്മൾ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മളുടെ 5th സെമസ്റ്ററിലെ സെക്കൻഡ് മൊഡ്യൂളിനെ കുറിച്ചാണ്. അപ്പോൾ അതിൽ നമ്മൾ കാലിയസ് തിയറമാണ് നമ്മൾ ഏറ്റവും അവസാനത്തെ എപ്പിസോഡിൽ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. അപ്പോൾ അതുവരെ നിങ്ങൾക്ക് കൃത്യമായിട്ട് എന്താണ് കാലിയസ് തിയറം, അതിൻ്റെ പ്രൂഫും കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കണം. ആ വീഡിയോ കണ്ടിട്ടില്ലാത്ത ആളുകൾ എന്ത് ചെയ്യണം, ആ വീഡിയോ കണ്ടതിന് ശേഷം മാത്രം നമ്മൾ ഈ വീഡിയോ കാണാം കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഓർബിറ്റ്സ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. അപ്പോൾ എന്താണ് ഓർബിറ്റ്സ് എന്ന് പറയുന്നതിന് മുമ്പ് നമ്മൾ ഒരു റിലേഷൻ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഡിഫൈൻ ചെയ്യുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത്. ആ റിലേഷൻ ഇക്വലൻസ് റിലേഷൻ ആണെന്ന് പ്രൂവ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ എന്താണ് ഓർബിറ്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റിലോട്ട് നമ്മൾ എത്തുന്നത്. അതായത് ആ റിലേഷൻ ഡിഫൈൻ ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് പറയാൻ പറ്റുള്ളൂ, ഓർബിറ്റ് എന്താണ് ഡിഫൈൻ ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ ആ റിലേഷൻ എന്താ നമുക്ക് നോക്കാം. നമ്മൾ എടുക്കുന്നത് എ ബി എ നോൺ എംപ്റ്റി സെറ്റ്. എ ബി എ നോൺ എംപ്റ്റി സെറ്റ് എന്ന് പറയുന്നത് ഒരു നോൺ എംപ്റ്റി സെറ്റ് ആണ് ഇതും. അതുപോലെ തന്നെ സിഗ്മ എന്ന് പറയുന്നത് ഈസ് എ പെർമ്യൂട്ടേഷൻ ആണ്. എയിലുള്ള ഒരു പെർമ്യൂട്ടേഷൻ ആണ് സിഗ്മ എന്ന് നമ്മൾ എടുത്തു. പെർമ്യൂട്ടേഷൻ എന്താണെന്നൊക്കെ നമുക്കറിയാം അല്ലേ. പെർമ്യൂട്ടേഷൻ എന്താണ്, നമ്മൾ ഒരു റിലേഷൻ നമ്മൾ ഡിഫൈൻ ചെയ്യും. വി ഡിഫൈൻ എ റിലേഷൻ ഓൺ എയിൽ നമ്മളൊരു റിലേഷൻ ഡിഫൈൻ ചെയ്യണം. എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്? ഫോർ എനി എ കോമ ബി ബിലോങ്സ് ടു എ. ഡിഫൈൻ ചെയ്യുന്ന റിലേഷൻ എങ്ങനെയാണ്? എ റിലേറ്റഡ് ടു ബി എന്ന് പറഞ്ഞാൽ റിലേഷൻ എ റിലേറ്റഡ് ടു ബി ഇഫ് ആൻഡ് ഓൺലി ഇഫ് A related to B if and only if B equal to sigma raised to n of A for some n belongs to Z. അതായത് എയും ബിയും പരസ്പരം റിലേറ്റഡ് ആവണമെന്നുണ്ടെങ്കിൽ എന്തായിരിക്കണം? ബി ഈക്വൽ ടു സിഗ്മ റേസ് ടു എൻ ഓഫ് എ ആയിരിക്കണം. അങ്ങനെയുള്ള ഒരു റിലേഷൻ നമ്മൾ എന്ത് ചെയ്യണം, പ്രൂവ് ചെയ്യണം. സിഗ്മ റേസ് ടു എൻ എന്ന് പറയുന്നത് നമുക്കറിയാം മൾട്ടിപ്ലിക്കേഷൻ ആണ്, പെർമ്യൂട്ടേഷൻ മൾട്ടിപ്ലിക്കേഷൻ ആണ് വരുന്നത്. സിഗ്മനെ കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യുക, അഗൈൻ മൾട്ടിപ്ലൈ ചെയ്യുക. അതുകൊണ്ട് നമുക്ക് ബി എപ്പോഴാണോ അങ്ങനെ എനെ ഓപ്പറേറ്റ് ചെയ്തിട്ട് ബി കിട്ടുന്നത്, അങ്ങനെയുള്ള എകളെയും ബികളെയും റിലേറ്റ് ചെയ്തതാണ് എന്ന് പറയുന്നത് എ റിലേറ്റഡ് ടു ബി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇനി ഈ റിലേഷൻ ഒരു ഇക്വാലൻസ് റിലേഷൻ ആണെന്ന് പ്രൂവ് ചെയ്യണം. എന്താ ഇക്വാലൻസ് റിലേഷൻ എന്ന് പറഞ്ഞാൽ, ഒരു റിലേഷൻ ഇക്വാലൻസ് ആവണമെന്നുണ്ടെങ്കിൽ 3 കണ്ടീഷൻസ് നമ്മൾ പ്രൂവ് ചെയ്യണം. ഒന്നാമത്തത് റിഫ്ലക്സീവ് ആണോ നോക്കണം അല്ലേ, ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. റിഫ്ലക്സിവിറ്റി നോക്കണം. അതുപോലെ തന്നെ രണ്ടാമത്തത് സിമെട്രിക് ആണോ നോക്കണം. അതിലുണ്ട് എന്താണ് റിഫ്ലക്സീവ് എന്ന് പറഞ്ഞാൽ എന്താ റിഫ്ലക്സീവ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒരു റിലേഷൻ റിഫ്ലക്സീവ് ആണെന്ന് പറയുകയാണെങ്കിൽ ഓക്കെ, ഇപ്പോൾ റിലേഷൻ റിഫ്ലക്സീവ് ആവണമെന്നുണ്ടെങ്കിൽ എന്തായിരിക്കണം? എ റിലേറ്റഡ് ടു എ തന്നെ ആയിരിക്കണം. ഒരു എലമെന്റ് എടുത്ത് ആ എലമെന്റിനെ കൊണ്ട് തന്നെ റിലേഷൻ ഉണ്ടാവുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ എലമെന്റിനോട് റിലേഷൻ ആണെങ്കിൽ നമ്മൾ എന്താ പറയും, ആ റിലേഷൻ റിഫ്ലക്സീവ് ആണെന്ന് പറയും. ഓക്കെ, ഇനി രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് സിമെട്രിക് ആണ്. നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചതാണ്, ഒരു ഓപ്പറേറ്റർ മാത്രമാണ് കേട്ടോ. സിമെട്രിക് ആണെന്ന് പറഞ്ഞാൽ ഇഫ് എ റിലേറ്റഡ് ടു ബി, എയും ബിയും റിലേറ്റഡ് ആണെങ്കിൽ ദെൻ ബി റിലേറ്റഡ് ടു എ ആണ്. എ റിലേറ്റഡ് ടു ബി ആണെങ്കിൽ ബി റിലേറ്റഡ് ടു എ ആണ്. മൂന്നാമത്തെ എന്ന് പറയുന്നത് ട്രാൻസിറ്റീവ് ആണ്. ട്രാൻസിറ്റീവ് എന്ന് പറയുന്നത് ഇഫ് എ റിലേറ്റഡ് ടു ബി ആൻഡ് ബി റിലേറ്റഡ് ടു സി ദെൻ എ റിലേറ്റഡ് ടു സി. എ റിലേറ്റഡ് ടു ബിയും ബി റിലേറ്റഡ് ടു സിയും ആണെങ്കിൽ എ റിലേറ്റഡ് ടു സി ആവാം. ഈ കണ്ടീഷൻ നമുക്ക് എന്ത് പറയാൻ പറ്റും? ട്രാൻസിറ്റീവ് ആണെന്ന് പറയാൻ പറ്റും. അപ്പോൾ ഒരു റിലേഷൻ റിഫ്ലക്സീവും സിമെട്രിക്കും ട്രാൻസിറ്റീവും ആണെങ്കിൽ ആ റിലേഷൻ നമ്മൾ എന്ത് പറയും? ഇക്വിവാലൻസ് റിലേഷൻ എന്ന് പറയും. അതായത് ഈ 3 കണ്ടീഷനും ഇക്വിവാലൻസ് റിലേഷൻ എന്ന് നമുക്ക് പറയാം. ഈ 3 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന റിലേഷനെ നമ്മൾ എന്ത് പറയുന്നത്? ഇക്വിവാലൻസ് റിലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇക്വിവാലൻസ് റിലേഷനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇക്വിവാലൻസ് റിലേഷൻ ആ സെറ്റിനെ ഇക്വിവാലൻസ് ക്ലാസ്സുകളായിട്ട് പാർട്ടീഷൻ ചെയ്യുമെന്നൊക്കെ നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ മനസ്സിലാക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം നമ്മളുടെ ഈ റിലേഷൻ, അതായത് ബി ഈക്വൽ ടു സിഗ്മ റൈസ് ടു എൻ ഓഫ് എ എന്ന് പറയുന്ന ഈ റിലേഷൻ റിഫ്ലക്സീവ് ആണ്, സിമെട്രിക് ആണ്, ട്രാൻസിറ്റീവ് ആണ് നമുക്ക് എന്ത് ചെയ്യണം? പ്രൂവ് ചെയ്യണം. ആണോ അല്ലയോ നമുക്ക് എന്ത് ചെയ്യണം? പ്രൂവ് ചെയ്യണം. അപ്പം നമുക്ക് അതൊന്ന് പ്രൂവ് ചെയ്യണം. നമുക്ക് ആദ്യം നമുക്ക് റിഫ്ലക്സീവ് നോക്കാം. ഫസ്റ്റ് കേസ് reflexive.
റിഫ്ലെക്സീവ്. ഓക്കെ, റിഫ്ലെക്സീവ് എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താ? എ റിലേറ്റഡ് ടു എ എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അതായത് ഇപ്പം നമുക്ക് നോക്കാം, ഞാനൊരു എലമെന്റ് എടുക്കുകയാണ്. ഫോർ എനി എ ബിലോങ്സ് ടു ക്യാപിറ്റൽ, എ ബിലോങ്സ് ടു ക്യാപിറ്റൽ എന്നുള്ളത്. അപ്പോൾ നമ്മൾ പെർമ്യൂട്ടേഷൻ ആയതുകൊണ്ട് പെർമ്യൂട്ടേഷൻ സെറ്റിൽ ആരുണ്ടാവും? ഐഡന്റിറ്റി പെർമ്യൂട്ടേഷൻ ഉണ്ടാവും അല്ലേ? ഉണ്ടാവില്ല, ഐഡന്റിറ്റി പെർമ്യൂട്ടേഷൻ ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ എ ഈക്വൽ ടു എന്ത് ചെയ്താൽ പറ്റും? ടോ ഓഫ് എ എന്ന് എഴുതാൻ പറ്റും. ടോ എന്ന് പറഞ്ഞാൽ എന്താണ്? ഐഡന്റിറ്റി പെർമ്യൂട്ടേഷൻ ആണ്. അപ്പോൾ എ ഈക്വൽ ടു ടോ ഓഫ് എ എന്ന് ചെയ്താൽ മതി. ഓക്കെ, എ ഈക്വൽ ടു ടോ ഓഫ് എ. ഈ ടോ ഓഫ് എ ഞാൻ ഒന്ന് മാറ്റി എഴുതാണ്. ദാറ്റ് ഈസ് എ ഈക്വൽ ടു സിഗ്മ റേസ് ടു 0 ഓഫ് എ എന്ന് എഴുതി കൂടെ കേട്ടോ. ഇത് കൂടെ ഒരു പ്രാവശ്യം 0 പ്രാവശ്യം ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത് എന്നുള്ള പ്ലസ്. അപ്പോൾ എ ഈക്വൽ ടു സിഗ്മ റേസ് ടു 0 ഓഫ് എ എന്ന് എഴുതി. 0 എവിടുത്തെ എലമെന്റ് ആണ്? Z എലമെന്റ് അല്ലേ? അപ്പോൾ വിച്ച് ഈസ് ഇംപ്ലൈസ് നമുക്ക് എന്ത് പറയാൻ പറ്റും? എ റിലേറ്റഡ് ടു എ എന്ന് പറയാൻ പറ്റും. ദാറ്റ് ഈസ് ദിസ് റിലേഷൻ ഈസ് റിഫ്ലെക്സീവ് എന്ന് കിട്ടും നമുക്ക്. ഓക്കെ, അപ്പോൾ റിഫ്ലെക്സീവ് കിട്ടി. ഇനി രണ്ടാമത്തെ പോവുകയാണ്. രണ്ടാമത്തെ കാണിക്കുന്നത് എന്താണ്? സിമെട്രിക് ആണോ നോക്കാം. സിമെട്രിക്. ഓക്കെ, സിമെട്രിക് നോക്കാം. അപ്പോൾ അതിൽ നമ്മൾ എടുക്കുന്നത് രണ്ട് എലമെന്റ്സ് എടുക്കണം അല്ലേ? രണ്ട് എലമെന്റ്സ് എടുക്കണം. ഫോർ എനി എ കോമ ബി ബിലോങ്സ് ടു, ഫോർ എനി എ കോമ ബി ബിലോങ്സ് ടു എ ക്യാപിറ്റൽ. ഇത് നമ്മൾ എടുക്കുന്നത് വി ഹാവ്, നമുക്ക് എന്തുണ്ട്? വി ഹാവ് എ റിലേറ്റഡ് ടു ബി എന്നുണ്ട്. ഓക്കെ, എ റിലേറ്റഡ് ടു ബി നമുക്കുണ്ട്. നമുക്ക് പോയി വേണ്ടത് ബി റിലേറ്റഡ് ടു എ കൂടെ നമുക്ക് പോയി വേണം. എ റിലേറ്റഡ് ടു ബി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇംപ്ലൈസ് നമുക്ക് എന്ത് ചെയ്താൽ പറ്റും? ബി ഈക്വൽ ടു സിഗ്മ റൈസ് ടു എൻ ഓഫ് എ എന്ന് എഴുതാൻ പറ്റും ഫോർ സം എൻ ബിലോങ്സ് ടു സെറ്റ്. ആണല്ലോ, ആണല്ലോ. അപ്പോൾ ഇത് ഞാൻ ഇതിനൊന്ന് മാറ്റി ചെയ്ത് നോക്കിക്കോ, തിരിച്ച് ചെയ്ത് നോക്കിക്കോ. ഒന്ന് ഇങ്ങനെ എഴുതിക്കോട്ടെ. ഇങ്ങനെ എ ഈക്വൽ ടു സിഗ്മ റൈസ് ടു മൈനസ് എൻ ഓഫ് ബി എഴുതിക്കോട്ടെ. ഇതിനെ ഇത് കൂടെ ഇതാ പറ്റും. ഞാനൊരു സിഗ്മ റൈസ് ടു മൈനസ് എൻ കൊണ്ട് രണ്ട് സൈഡ് ഓപ്പറേറ്റ് ചെയ്താൽ മതി. അല്ലെങ്കിൽ സിഗ്മ റൈസ് ടു മൈനസ് എൻ ഓഫ് ബി എന്ന് കിട്ടും ഫോർ സം. ഈ എൻ സെറ്റിലുണ്ടെങ്കിൽ മൈനസ് എൻ അവിടെ ഉണ്ടാവും, സെറ്റിലുണ്ടാവില്ലേ? ഉണ്ടാവില്ല. വിച്ച് ഈസ് ഇംപ്ലൈസ് നമുക്ക് എന്ത് പറയാൻ പറ്റും? എ റിലേറ്റഡ് ടു ബി കിട്ടി. എ റിലേറ്റഡ് ടു ബി കിട്ടിയ സമയത്ത് നമുക്ക് എന്ത് കിട്ടി? ബി റിലേറ്റഡ് ടു എ കിട്ടി. Therefore this relation is symmetric എന്ന് കിട്ടും. ഓക്കെ, സിമ്പിളാണ്. നമുക്ക് ഈ റിലേഷൻ്റെ ട്രാൻസിറ്റിവിറ്റി ഒന്ന് പ്രൂവ് ചെയ്തോ. ഓക്കെ, അപ്പോൾ ഇതൊന്ന് എഴുതിയിട്ടോളൂ. ട്രാൻസിറ്റീവ് ഒന്ന് പ്രൂവ് ചെയ്തോ നമുക്ക്. മൂന്നാമത്തെ കേസ് ട്രാൻസിറ്റീവ് ആണല്ലേ നോക്കാം. ട്രാൻസിറ്റീവ്. ഓക്കെ, ട്രാൻസിറ്റീവ് എന്ന് പറയുന്നത് ഇഫ് for any a comma b comma c belongs to a, എന്തൊക്കെ നമ്മൾ എടുക്കുന്നത്? if a related to b and b related to c, നമുക്ക് we have to prove that a related to c എന്ന് കാണിക്കണം അല്ല നമുക്ക്. ഓക്കെ, അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് എന്തുണ്ട്? എ റിലേറ്റഡ് ടു ബി ഇല്ലേ? അത് എ റിലേറ്റഡ് ടു ബി എന്ന് പറഞ്ഞാൽ എനിക്ക് സിമ്പിൾ ആയിട്ട് എന്താ? ബി ഈക്വൽ ടു സിഗ്മ റൈസ് ടു എൻ ഓഫ് എ എന്നല്ലേ ആണ്. അതുപോലെ ബി റിലേറ്റഡ് ടു സി നമുക്കുണ്ട്. ബി റിലേറ്റഡ് ടു സി എന്ന് പറഞ്ഞാൽ എനിക്ക് സിമ്പിൾ ആയി സി ഈക്വൽ ടു സിഗ്മ റൈസ് ടു എം ഓഫ് ബി ആണ്. എം കൊടുക്കുക കാരണം മറ്റൊരു ഇൻറ്റീരിയർ ആയിരിക്കും, എൻ തന്നെ ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഓക്കെ, ഇനി നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താണ്? എ റിലേറ്റഡ് ടു സി എന്ന് കാണിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ നമുക്ക് ബി ഈക്വൽ ടു സിഗ്മ റൈസ് ടു എൻ ഓഫ് എ എന്നല്ലേ? ആ ബിയുടെ വാല്യൂ ഞാൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഓക്കെ, നമുക്ക് എന്താ കിട്ടുക? സി ഈക്വൽ ടു സിഗ്മ റൈസ് ടു എം ഓഫ് സിഗ്മ റൈസ് ടു എൻ ഓഫ് എ എന്ന് കിട്ടുമല്ലോ. ഇതെങ്ങനെ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ എന്താ കിട്ടുക? മൾട്ടിപ്ലിക്കേഷൻ അല്ലേ വരുന്നത്, അതായത് കോമ്പോസിഷൻ ആണ് വരുന്നത്. സി ഈസ് ഈക്വൽ ടു സിഗ്മ റൈസ് ടു എം പ്ലസ് എൻ ഓഫ് എ എന്ന് കിട്ടൂലേ? എമ്മും എന്നെ അവിടുത്തെ എലമെന്റാ? ഈ സെറ്റ് എലമെന്റാ. അതിനാണ് എം പ്ലസ് എൻ അവിടുത്തെ എലമെന്റ് ആയിരിക്കും, സെറ്റ് എലമെന്റ് ആയിരിക്കും. അത് രണ്ട് ഇൻറ്റീരിയേഴ്സ് ആയിട്ട് നമുക്ക് എന്താ കിട്ടുക? അനന്തര ഇൻറ്റീരിയറാണ് കിട്ടുക. സോ അവിടെ നമുക്ക് എന്ത് കിട്ടും? എം പ്ലസ് എൻ ബിലോങ്സ് ടു സെറ്റ് എന്ന് കിട്ടും. വിച്ച് ഈസ് ഇംപ്ലൈസ് നമുക്ക് എന്ത് പറയാൻ പറ്റും? എ റിലേറ്റഡ് ടു സി എന്ന് പറയാൻ പറ്റും. നമ്മുടെ ഈ ഫോമിൽ ആണെങ്കിൽ എ റിലേറ്റഡ് ടു സി എന്ന് പറയാൻ പറ്റും നമുക്ക്. സോ ദിസ് റിലേഷൻ ഈസ് ട്രാൻസിറ്റീവ് ആണ്. അപ്പോൾ നമുക്ക് ഈ റിലേഷൻ, ഈ നമ്മൾ എടുത്തിട്ടുള്ള ഈ ഡിഫൈൻ ചെയ്തിട്ടുള്ള ഈ റിലേഷൻ നമുക്ക് എന്താണെന്ന് കിട്ടി? സിമെട്രിക് ആണ്, റിഫ്ലെക്സീവ് ആണ്, സിമെട്രിക് ആണ്, ട്രാൻസിറ്റീവ് ആണെന്ന് കിട്ടി. എന്ന് പറഞ്ഞാൽ ഈ റിലേഷൻ എന്താണ്? ഇക്വിവാലൻസ് റിലേഷൻ ആണ്. അതായത് ഈ റിലേഷൻ നമുക്ക് ഇക്വിവാലൻസ് റിലേഷൻ ആയിട്ട് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുള്ള ഈ റിലേഷൻ എന്ന് പറയുന്നത് ഇക്വിവാലൻസ് റിലേഷൻ ആണ് നമുക്ക് കിട്ടും.
അപ്പം അങ്ങനെയാണെങ്കിൽ ഒരു സെറ്റിൽ നമുക്ക് ഒരു ഇക്വിവാലൻസ് റിലേഷൻ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ സെറ്റിന് എന്ത് ചെയ്യും, ആ ഇക്വിവാലൻസ് റിലേഷൻ എന്ത് ചെയ്യും, ഇക്വിവാലൻസ് ക്ലാസ്സുകളായിട്ട് ഡിവൈഡ് ചെയ്യും. പാർട്ടീഷൻ ചെയ്യും. ഓക്കെ, അപ്പോൾ ആ ഓരോ ഇക്വിവാലൻസ് ക്ലാസ്സിലും ഉണ്ടാകുന്ന എലമെന്റ്സ് എന്ന് പറയുന്നത് ഈ റിലേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന എലമെന്റ്സുകളായിരിക്കും ഉണ്ടാവുക. ഓക്കെ, നമ്മളെ ഹോൾ സെറ്റ് എനെ നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുള്ള ഈ റിലേഷൻ എന്താക്കി മാറ്റും, അത് ഇക്വിവാലൻസ് റിലേഷൻ ആയതുകൊണ്ട് എന്താക്കി മാറ്റും, ഓരോ ഇക്വിവാലൻസ് ക്ലാസ്സുകളായിട്ട് അതിനെന്ത് ചെയ്യും, പാർട്ടീഷൻ ചെയ്യും. ആ ഓരോ പാർട്ടീഷനിലും ഓരോ ഇക്വിവാലൻസ് ക്ലാസ്സിലുള്ള എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ ഈ എ റിലേറ്റഡ് ടു ബി എന്ന് പറയുന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന എയും ബിയും മാത്രമേ അവിടെ ഉണ്ടാവുള്ളൂ, ആ ഓരോ ഇക്വിവാലൻസ് ക്ലാസ്സിലും ഉണ്ടാവുള്ളൂ. ക്ലിയർ ആണല്ലോ? അത്തരത്തിലുള്ള ആ ഇക്വിവാലൻസ് ക്ലാസ്സുകൾ നമ്മൾ വിളിക്കുന്ന പേരാണത് ഓർബിറ്റ്സ്. ഓക്കെ, ഒന്നും കൂടെ പറയാം. നമ്മൾ ഡിഫൈൻ ചെയ്ത ഈ റിലേഷൻ, അതായത് എ റിലേറ്റഡ് ടു ബി ഇഫ് ആൻഡ് ഓൺലി ബി ഈക്വൽ ടു സിഗ്മ റൈസ് ടു എൻ ഓഫ് എ എന്ന് പറയുന്ന ഈ റിലേഷൻ ഇക്വിവാലൻസ് റിലേഷൻ ആണ് നമ്മൾ പ്രൂവ് ചെയ്ത് വെച്ചു. ഓക്കെ, ആ ഇക്വിവാലൻസ് റിലേഷന്റെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ക്യാപിറ്റൽ എ എന്ന് പറയുന്ന ഈ സെറ്റിന് എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് ഇക്വിവാലൻസ് ക്ലാസ്സുകളായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഇക്വിവാലൻസ് ക്ലാസ്സുകളായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഓരോ ഇക്വിവാലൻസ് ക്ലാസ്സുകളുടെ എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ എ റിലേറ്റഡ് ടു ബി ആവുന്ന എലമെന്റ്സുകളായിരിക്കും, അല്ലെങ്കിൽ ആ രണ്ട് എലമെന്റ്സ് തമ്മിൽ റിലേഷൻ ഉണ്ടെങ്കിൽ ആ റിലേഷനിലുള്ള എലമെന്റ്സുകളായിരിക്കും നമ്മളെ ഓരോ ഇക്വിവാലൻസ് ക്ലാസ്സുകളും ഉണ്ടായിരിക്കുക. ഓക്കെ, അപ്പൊ അങ്ങനെ ആ ഓരോ ഇക്വിവാലൻസ് ക്ലാസ്സിനെയും നമ്മൾ വിളിക്കുന്ന പേരാണ് ഇത് ഓർബിറ്റ്സ് എന്ന്. ഇതിന് ഫോർമൽ ഡെഫിനേഷൻ ഉണ്ടാകും. നമുക്ക് പറയുന്നതിന് മുമ്പ് എന്താണ് ഈ കോൺസെപ്റ്റ് എന്ന് കൃത്യമായിട്ട് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇക്വിവാലൻസ് റിലേഷൻ ഒക്കെ പറഞ്ഞു വെച്ചിട്ടുള്ളത്. ഓക്കെ, ഇത് ക്ലിയർ ആണല്ലോ? ഈ കോൺസെപ്റ്റ് നിങ്ങൾക്ക് ഓക്കെ ആണല്ലോ? ഓക്കെ, അപ്പോൾ നോട്ട് ചെയ്തത് നിങ്ങൾ എങ്ങനെയാണ് ട്രാൻസിറ്റിവിറ്റി വരെ നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിന് ബാക്കിയായിട്ട് നിങ്ങൾ എഴുതേണ്ടത് എങ്ങനെയാണ്? Thus the relation defined above is reflexive, symmetric and transitive. Hence the relation is equivalence relation on A, and hence it partitions A into equivalence classes. Thus each permutations sigma of A set capital A determines a natural partition of A into cells with the property that A, B belongs to capital A are in the same cell if and only if B equal to sigma raised to n of A for some n belongs to Z. Such cells are called orbits of sigma. എന്ന് എഴുതി വെക്കുക. ഓക്കെ, ക്ലിയർ ആണല്ലോ? ആ നമ്മൾ സെല്ല് എന്ന് പറയുന്നത് ആക്ച്വലി ഇക്വിവാലൻസ് ക്ലാസ്സുകൾ തന്നെയാണ് കേട്ടോ. ഇക്വിവാലൻസ് ക്ലാസ്സുകൾ നമ്മൾ വേറൊരു പേര് വിളിക്കുന്നത് സെൽസ് എന്ന് വിളിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ അതുവരെ നിങ്ങൾ കൃത്യമായിട്ട് എഴുതി വെക്കുക. അപ്പോൾ ഫോർമൽ ഡെഫിനിഷൻ വരുന്നുണ്ട്, അത് നമുക്ക് പറയാം. അടുത്ത് നമുക്ക് ആ ഫോർമൽ ഡെഫിനിഷൻ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ എഴുതി വെച്ചതിന് താഴെ നമുക്ക് ഫോർമൽ ഡെഫിനിഷനും കൂടെ നമുക്ക് എഴുതി വെക്കാം. നമുക്ക് ഫോർമൽ ഡെഫിനിഷൻ ഒന്ന് വായിച്ചു നോക്കാം. ലെറ്റ് സിഗ്മ ബി ദ പെർമ്യൂട്ടേഷൻ ഓഫ് എ സെറ്റ് എ, ദ ഇക്വിവാലൻസ് ക്ലാസസ് ഇൻ എ ബൈ ദ ഇക്വിവാലൻസ് റിലേഷൻ്റെ സൈൻ ആണ് ഡിഫൈൻഡ് ബൈ എ റിലേറ്റഡ് ടു ബി ഇഫ് ആൻഡ് ഓൺലി ഇഫ് ബി ഈക്വൽ ടു സിഗ്മ റൈസ് ടു n of A for some n belongs to Z are the orbits of Z as sigma. ഒരു പെർമ്യൂട്ടേഷൻ സിഗ്മയുടെ എന്താ പറയുക ഓർബിറ്റ്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താ, ഈ ഒരു റിലേഷനിൽ ഈ ഇക്വിവാലൻസ് റിലേഷൻ ഉണ്ടാക്കുന്ന ഇക്വിവാലൻസ് ക്ലാസ്സുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഓർബിറ്റ്സ് ആയിട്ട് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇനി ഇതിൻ്റെ ഒരു എക്സാമ്പിളും കൂടെ നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ഈ ഒരു ഡെഫിനേഷൻ നിങ്ങൾക്ക് നോട്ട് ചെയ്ത് വെക്കാവുന്നതാണ്. ഓക്കെ, നിങ്ങളിപ്പോൾ എഴുതി വെച്ചിട്ടുള്ളത് താഴെ നിങ്ങൾക്ക് ഈ ഡെഫിനേഷനും കൂടെ എഴുതി വെക്കാം. ഓക്കെ, ഇനി നമുക്ക് അടുത്തതിൻ്റെ ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. അപ്പോൾ ഒന്നും കൂടി ക്ലിയർ ആവും. അതിൻ്റെ കോൺസെപ്റ്റ് എന്താണെന്ന് ഒന്നും കൂടി നിങ്ങൾക്കൊന്ന് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ നമുക്ക് എക്സാമ്പിൾ നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഞാൻ എടുക്കുന്നത് ഒരു സെറ്റ് എടുക്കുകയാണ്. സെറ്റ് എ ഈക്വൽ ടു സെറ്റ് 1 2 3 4 5 6 7 8
1 to 8 ആണ് ഞാൻ എടുക്കുന്ന സെറ്റ്. അതിൽ ഡിഫൈൻ ചെയ്തിട്ടുള്ള അതിൽ ഞാനൊരു പെർമ്യൂട്ടേഷൻ ഡിഫൈൻ ചെയ്യാണ്. ആ പെർമ്യൂട്ടേഷൻ ഇങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്. സിഗ്മ ഈക്വൽ ടു 1 2 3 4 5 6 7 8 1 related to 5 2 related to 6 3 to 2 4 to 4 5 to 8 6 to 3 7 to 1 and 8 to 7. ഇതാണ് നമ്മുടെ റിലേഷൻ. ഓരോ എലമെന്റിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓർബിറ്റ്സ് കാണാൻ പറ്റും. എങ്ങനെയാണ് ഓർബിറ്റ്സ് കാണുന്നത് നമുക്ക് അത് നമ്മൾ ചെയ്തത് ഈ 1 എന്ന് പറയുന്ന എലമെന്റിന്റെ ഓർബിറ്റ് കാണാം. ഓക്കെ, അപ്പം ഓർബിറ്റ് കണ്ടെയ്നിങ് 1 നമുക്ക് നോക്കാം. അത് നമ്മൾ കാണുന്നത് ഓർബിറ്റ് കണ്ടെയ്നിങ് 1 എന്ന് പറയുന്നത് 1 belongs to നമ്മുടെ സെറ്റ് എ ആണ് അല്ലേ. നമുക്ക് നോക്കാം. അപ്പോൾ ഇതിന്റെ റിലേഷൻ എടുത്താൽ മതി, ചെയിനായിട്ട് എടുത്താൽ മതി. അപ്പോൾ നോക്കാം. 1 റിലേറ്റഡ് ടു എങ്ങനെയാണ്? 5 ആണ് അല്ലേ. 1 to 5 ആണ്. 5 അങ്ങോട്ടാണ് 5 to 8 ആണ് അല്ലേ. 8 അങ്ങോട്ടാണ് 8 to 7 ആണ്. 7 അങ്ങോട്ടാണ് 7 to 1 ആണ്. അപ്പോൾ റിപ്പീറ്റ് ചെയ്ത് 1 എത്തിയിട്ടുണ്ട് അല്ലേ. ഒരു പ്രാവശ്യം പെർമ്യൂട്ടേഷൻ കണ്ടു, 2 പ്രാവശ്യം കണ്ടു, 3 പ്രാവശ്യം കണ്ടു, 4 പ്രാവശ്യം കണ്ടു. അതായത് ഒരു 4 പ്രാവശ്യം കണ്ടപ്പോൾ എനിക്ക് വീണ്ടും നമുക്ക് എന്തെങ്കിലും കിട്ടി? ഈ എലമെന്റിനെ കിട്ടി. എന്ന് പറഞ്ഞാൽ നമ്മൾ ബി ഈക്വൽ ടു സിഗ്മ റൈസ് എൻ ഓഫ് എ എന്ന് പറഞ്ഞ ഫോമിലല്ലേ അല്ലേ. റിപ്പീറ്റ് ചെയ്ത് കണ്ടപ്പോൾ വീണ്ടും നമുക്ക് ഈ 1 എത്തി. ഇതിന്റെ ഓർബിറ്റ്സിൽ എലമെന്റ്സ് ഏതൊക്കെ വരിക? 1 5 8 7. ഓക്കെ, 1 5 8 7. ഓക്കെ, ഇനിയിപ്പം ഈ എലമെന്റ്സ് നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല. ഇതല്ലാത്ത എലമെന്റ്സുകളാണ് നമ്മൾ ഇനി പരിഗണിക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. അടുത്ത നമുക്ക് എടുക്കുന്ന എലമെന്റ് എന്ന് പറയുന്നത് ഇതിലില്ലാത്ത എലമെന്റ് 2 ഇതില്ലല്ലോ. അപ്പോൾ ഓർബിറ്റ് കണ്ടെയ്നിങ് 2 നമുക്ക് നോക്കാം. അടുത്ത ഓർബിറ്റ് കണ്ടെയ്നിങ് 2 belongs to ക്യാപിറ്റൽ ആണ്. അപ്പോൾ നമുക്ക് നോക്കാം ഓർബിറ്റ് കണ്ടെയ്നിങ് 2 എന്താ നോക്കാം. അപ്പോൾ നമുക്ക് 2ന്റെ എന്താ തുടങ്ങാൻ ചെയ്യുന്നത്? അതായത് 2 റിലേറ്റഡ് ടു 6 ആണ് അല്ലേ. 6 അങ്ങോട്ടാണ് 6 to 3 ആണ്. 3 അങ്ങോട്ടാണ് 2. അപ്പോൾ ഓപ്പറേറ്റ് എടുത്ത് 2 എഴുതിയിട്ടുണ്ട്. അതായത് ഓർബിറ്റിൽ ഏതൊക്കെ ഉണ്ടാവും? 2 ഉണ്ടാവും, 6 ഉണ്ടാവും, 3 ഉണ്ടാവും. ഓക്കെ, ഇനി ഇതിൽ രണ്ടിലും ഇല്ലാത്തൊരു എലമെന്റ് ഇതിൽ 1 2 3 4 അല്ലേ. 4 5 6 7 8 4 അല്ലേ. അപ്പോൾ നമുക്ക് എന്തെടുക്കുക? 4 എടുക്കാം ആദ്യം. ഓക്കെ, 4ന്റെ അടുത്ത് കണ്ടെയ്നിങ് ഓർബിറ്റ് കണ്ടെയ്നിങ് 4 ആണ്. ഓർബിറ്റ് കണ്ടെയ്നിങ് 4 belongs to ക്യാപിറ്റൽ എൻ. അപ്പോൾ നോക്കാം 4 റിലേറ്റഡ് അങ്ങോട്ടാണ് നോക്കാം. 4 റിലേറ്റഡ് അങ്ങോട്ടാണ് 4 തന്നെയാണ്. അപ്പോൾ ഇതിന്റെ ഓർബിറ്റിൽ ആര് മാത്രമേ ഉള്ളൂ? 4 എന്ന് പറയുന്ന എലമെന്റ് മാത്രമേ ഉള്ളൂ. 4 എന്ന് പറയുന്ന എലമെന്റ്സ് മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ ഒരു മൊത്തം സിഗ്മ എന്ന് പറയുന്ന പെർമ്യൂട്ടേഷൻസ് ഓർബിറ്റ്സ് ഏതൊക്കെ വരുന്നത്? ഈ മൂന്ന് കളക്ഷൻ ഏതൊക്കെയാണ് കളക്ഷൻസ്? ഒന്നാമതെന്ന് പറഞ്ഞത് സെറ്റ് 1 5 7 8 എന്ന് കൊടുക്കാം. പിന്നെ അടുത്തത് 2 6 3 എന്ന് പറയുന്നതും അടുത്തത് സെറ്റ് 4. ഇത് മൂന്നാണ് ഈ സിഗ്മയുടെ ഓർബിറ്റ്സ്. എളുപ്പമാണ്. നമുക്ക് സിഗ്മ കിട്ടിക്കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓർബിറ്റ്സുകൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ക്ലിയർ ആണല്ലോ. എക്സാമ്പിൾ കണ്ടപ്പോൾ നമുക്ക് ഒന്നും കൂടി നിങ്ങൾക്ക് കോൺസെപ്റ്റ് ഓക്കെ ആയിട്ടുണ്ടാവും. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഈ എക്സാമ്പിൾ കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഓർബിറ്റ്സ് എന്താണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഓർബിറ്റ്സിൻ്റെ എക്സാമ്പിൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് എങ്ങനെയാണ് ഓർബിറ്റ്സ് ഒരു പെർമ്യൂട്ടേഷനിലുള്ള ഓർബിറ്റുകൾ നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്നൊക്കെ നമ്മളത് കൃത്യമായിട്ട് മനസ്സിലാക്കി. ഇനി അടുത്തൊരു ടോപ്പിക് എന്ന് പറയുന്നത് സർക്കിൾസ് ആണ്. ഈ സർക്കിൾസ് ഡിഫൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് ആദ്യം ഓർബിറ്റ് എന്താണെന്നോ അതിൻ്റെ കോൺസെപ്റ്റ് കൃത്യമായിട്ട് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് സർക്കിൾസ് എന്താണെന്ന് ഡിഫൈൻ ചെയ്യാൻ പറ്റൂ. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത ഒരു എക്സാമ്പിൾ തന്നെയാണ് ഞാൻ ഈ ബോർഡിൽ കൊടുത്തിട്ടുള്ളത്. എക്സാമ്പിൾ എന്ന് പറയുന്ന സെറ്റ് 1 2 3 up to 8 എടുത്തു. അതിലുള്ള ഒരു പെർമ്യൂട്ടേഷൻ ആണ് ഈ കാണിച്ചിട്ടുള്ളത്. അതിൻ്റെ നമ്മൾ കണ്ടുപിടിച്ച ആ 3 ഓർബിറ്റുകൾ ഞാനിവിടെ മെൻഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ആ ഓർബിറ്റുകളെ ഞാൻ എന്ത് ചെയ്യണം? ഒന്ന് പിക്ചറൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് 1 5 8 7 എന്ന് പറഞ്ഞു. അതായത് എങ്ങനെ പിക്ചറൈസേഷൻ വരിക? 1 റിലേറ്റഡ് ടു 5 1 to 5 5 to 8 8 to 7 7 to 1 ഇങ്ങനെയാണല്ലോ. അതേപോലെ തന്നെ 2 6 3 എന്ന് പറയുന്നത് നമ്മൾ 2 to 6 6 to 3 3 to 1 4 എന്ന് പറയുന്നത് 4 is related to 4 തന്നെയാണ്.
ഓക്കെ, അപ്പം ഒരു സർക്കിൾ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇത് എല്ലാം ഓർബിറ്റുകളാണ് അല്ലെ, ഓർബിറ്റിന്റെ പിക്ചറൈസേഷൻ ആണ് ഇത് പറയുന്നത്. ഞാൻ ഈ ഒരു ഓർബിറ്റ് ഉപയോഗിച്ചുകൊണ്ട് ഞാൻ മറ്റൊരു പെർമ്യൂട്ടേഷൻ ഡിഫൈൻ ചെയ്യാമെന്ന് വിചാരിച്ചു. ഓക്കെ, നീച്ച എന്ന് പറയുന്ന ഒരു പെർമ്യൂട്ടേഷൻ ഡിഫൈൻ ചെയ്യാണ്. 1 2 3 4 5 6 7 8. ഓക്കെ, ഇത് ഉപയോഗിച്ചുകൊണ്ടാണ് ഞാൻ ഡിഫൈൻ ചെയ്യുന്നത്. അല്ലെങ്കിൽ എങ്ങനെയാണ് ഞാൻ കാണുന്നത് വെച്ചാൽ ഇതിലുള്ള നമ്മളെ റിലേഷൻസ് അത് ഇവിടെ കൊടുക്കും, ബാക്കി ഇല്ലാത്ത എലമെന്റ്സ് ഉണ്ടല്ലോ അത് അതിലോട്ട് തന്നെ റിലേറ്റ് ചെയ്യുന്ന രൂപത്തിൽ, അതിലോട്ട് തന്നെ മാപ്പ് ചെയ്യുന്ന രൂപത്തിൽ വരക്കും. പറഞ്ഞുതരാം. അതായത് 1 to 5 അല്ലേ ഇവിടെ, 1 റിലേറ്റഡ് ടു 5 എന്ന് കൊടുക്കും. 2 എന്ന് പറയുന്ന എലമെന്റ് ഇതിലുണ്ടോ? ഇല്ല, അതുകൊണ്ട് 2 റിലേറ്റഡ് ടു 2 എന്ന് കൊടുക്കും. 3 എന്ന് പറയുന്ന എലമെന്റ് ഇതിലുണ്ടോ? ഇല്ല, അതുകൊണ്ട് 3 റിലേറ്റഡ് ടു 3 എന്ന് കൊടുക്കും. 4 എന്ന് പറയുന്ന എലമെന്റ് ഇതിലുണ്ടോ? ഇല്ല, അപ്പോൾ 4 റിലേറ്റഡ് ടു 4 എന്ന് കൊടുക്കും. നെക്സ്റ്റ് 5 ഇതിലുണ്ട് അല്ലേ, 5 റിലേറ്റഡ് എന്ന് പറയുന്നത് 8 ആണ്, 8 എന്ന് കൊടുക്കും. ദെൻ 6 ഇതിലുണ്ടോ? ഇതിലില്ല, അപ്പോൾ 6 റിലേറ്റഡ് ടു 6 എന്ന് കൊടുക്കും. 7 ഉണ്ട്, ഇതിലുണ്ടല്ലോ, 7 റിലേറ്റഡ് ടു 1 എന്ന് കൊടുക്കും. 8 ഉണ്ടല്ലോ, 8 റിലേറ്റഡ് ടു 7 എന്ന് കൊടുക്കും. ഇങ്ങനെ ഒരു പെർമ്യൂട്ടേഷൻ ഞാൻ എന്ത് ചെയ്തു? ഡിഫൈൻ ചെയ്തു. അതായത് ഒരു ഓർബിറ്റ് ഉപയോഗിച്ചുകൊണ്ട് ഒരു പെർമ്യൂട്ടേഷൻ ഞാൻ ഡിഫൈൻ ചെയ്തു. അപ്പൊ അതിന്റെ ഗ്രാഫിക്കൽ റെപ്രസെന്റ് അല്ലെങ്കിൽ പിക്ചറൽ റെപ്രസെന്റേഷൻ രൂപത്തിലെ വരെ അല്ലെ, സർക്കിൾ രൂപത്തിലെ വരെ. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കുന്ന ഒരു ഓർബിറ്റ് ഉപയോഗിച്ചുകൊണ്ട് അതിലെ മാപ്പുകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഉണ്ടാക്കുന്ന പെർമ്യൂട്ടേഷൻസിനെ നമ്മൾ എന്ത് പറയുന്നത്? സർക്കിൾ എന്ന് പറയുന്നത്. സർക്കിൾ അല്ല, സൈക്കിൾ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? അതായത് ഇത് ഉപയോഗിച്ച് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും, ഇത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇത് ഉപയോഗിച്ചുകൊണ്ട് ഉണ്ടാക്കേണ്ട ആവശ്യം സിംഗിൾ എലമെന്റ് ആണ്, ഇത് ഉപയോഗിച്ച് നമുക്ക് ഇതുപോലെ ഉണ്ടാക്കാൻ കഴിയും. ഇല്ലേ? കഴിയില്ലേ? അതായത് ഇതിനെ നമ്മൾ എന്താ പറയുന്നത്? സൈക്കിൾ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഇങ്ങനെ സൈക്കിൾ നമ്മൾ നൊട്ടേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? സൈക്കിൾ നൊട്ടേഷൻ എന്ന് പറയുന്നത് നോക്കിക്കോ, 1 5 8 7 എന്ന് പറഞ്ഞാൽ 1 is related to 5, 5 is related to 8, 8 is related to 7 and 7 is related to 1. ബാക്കിയൊക്കെ ആ എലമെന്റോട് മാത്രം റിലേറ്റ് ചെയ്യുന്നു. ഇങ്ങനെ ഇതാണ് സൈക്കിൾ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? സൈക്കിളിന്റെ കോൺസെപ്റ്റ് ഇതാണ്. അതായത് നമ്മൾ പഠിച്ചിട്ടുള്ള ഓർബിറ്റിനെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ മറ്റൊരു പെർമ്യൂട്ടേഷൻ ഡിഫൈൻ ചെയ്യുക. ആക്ച്വലി സൈക്കിൾ എന്ന് പറയുന്നത് തന്നെയാണ് ഒരു ടൈപ്പ് ഓഫ് പെർമ്യൂട്ടേഷൻ തന്നെയാണ്. ഓക്കെ, പെർമ്യൂട്ടേഷന്റെ എല്ലാ പ്രോപ്പർട്ടീസുകളും എല്ലാ എന്താ പറയുക പെക്യുലാരിറ്റികളും അതിക്കൊണ്ട് സൈക്കിൾസും ഉണ്ടാവും. ഓക്കെ, അത് ഫോർമൽ ഡെഫിനേഷൻ വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് സൈക്കിൾ എന്ന് പറയുന്ന കോൺസെപ്റ്റ്. ഓക്കെ, ഇനി ഒരു പെർമ്യൂട്ടേഷൻ സിഗ്മ എന്ന് പറയുന്ന ഒരു പെർമ്യൂട്ടേഷൻ ഒരു സൈക്കിൾ ആവണമെങ്കിൽ, ഇതിപ്പം അതിലുള്ള ഒരു പെർമ്യൂട്ടേഷൻ ആണ് പറഞ്ഞിട്ടുള്ളത്. ഈ സിഗ്മ എന്ന് പറയുന്ന ഒരു പെർമ്യൂട്ടേഷൻ ഒരു സൈക്കിൾ ആവണമെന്നുണ്ടെങ്കിൽ അതിനെന്തുണ്ടായിരിക്കണം? അറ്റ്മോസ്റ്റ് it has at most one orbit containing more than one element. അതായത് ആ സിഗ്മക്ക് ഒന്നിൽ കൂടുതൽ എലമെന്റ്സ് ഉള്ള ഒരു ഓർബിറ്റ് എങ്കിലും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ആ പെർമ്യൂട്ടേഷൻ നമുക്ക് എന്ത് പറയാൻ പറ്റും? ആ പെർമ്യൂട്ടേഷൻ സൈക്കിൾ ആണെന്ന് പറയാൻ പറ്റും. ഓക്കെ, പെർമ്യൂട്ടേഷൻ സിഗ്മ belongs to Sn is a cycle if it has at most one orbit containing more than one element. ഓക്കെ, ഒന്നെങ്കിലും ഉണ്ടാവണം. ഒന്നേ ഉണ്ടാകാൻ പാടുള്ളൂ. അറ്റ്മോസ്റ്റ് ഒന്നേ ഉണ്ടാകാൻ പാടുള്ളൂ. ആക്ച്വലി ഈ സിഗ്മ എന്തല്ല, സൈക്കിൾ അല്ല. ഇത് സൈക്കിളാണ്, ഈ പെർമ്യൂട്ടേഷൻ സൈക്കിളാണ്. ഈ സിഗ്മ എന്തല്ല, സൈക്കിൾ അല്ല. കാരണം എന്താ? ഇവിടെ ഒന്നിൽ കൂടുതൽ ഓർബിറ്റുകൾ ഉണ്ട്, ഒന്നിൽ കൂടുതൽ എലമെന്റ്സ് ഉള്ള ഒന്നിൽ കൂടുതൽ ഓർബിറ്റുകൾ ഉണ്ട്. സപ്പോസ് ഈ ഒരു ഓർബിറ്റ് ഇതിന് ഇല്ലാന്ന് വിചാരിച്ചു. ഓക്കെ, ഈ രണ്ട് ഓർബിറ്റ്സ് മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ സിഗ്മ എന്തായിട്ട് മാറി? സൈക്കിളായിട്ട് മാറി. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇത് സൈക്കിൾ പെർമ്യൂട്ടേഷൻ ആണ് ഇത് വരുന്നത്. ഈ പെർമ്യൂട്ടേഷൻ സൈക്കിളും നമ്മൾ ഡിഫറൻസ് മനസ്സിലായല്ലേ? ഇപ്പൊ നോക്ക്, ഈ ഒരു പെർമ്യൂട്ടേഷൻ എന്തൊരു പെർമ്യൂട്ടേഷൻ ആണല്ലോ. ഈ ഒരു പെർമ്യൂട്ടേഷൻ നമ്മൾ എടുക്കുകയാണെങ്കിൽ ആകെ ഏത് ഓർബിറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ? ഈ ഓർബിറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലേ? നോക്കി ഓർബിറ്റ് ഏതാ വരും? നോക്ക്, 1 to 5, 1നെ ഓർബിറ്റ് എടുത്തു, ഏതെങ്കിലും അത് മാത്രമേ ഉണ്ടാവുള്ളൂ. ബാക്കി ഓർബിറ്റുകളൊക്കെ എന്താ വരിക? 2 തന്നെയാണ്, 4 തന്നെയാണ്, 6 തന്നെയാണ് അല്ല വരിക അല്ലെ? എല്ലാ ബാക്കി ഓർബിറ്റ്സ് ഏതൊക്കെ വരുള്ളൂ? 2 4 6 അല്ലേ വരുള്ളൂ. അതായത് ഒന്നിൽ കൂടുതൽ എലമെന്റ് ഉള്ള എത്ര ഓർബിറ്റ് മാത്രമേ ഉള്ളൂ ഈ പെർമ്യൂട്ടേഷൻ, നീറ്റ എന്ന് പറയുന്ന പെർമ്യൂട്ടേഷനുള്ളൂ. ഈ ഒരു ഓർബിറ്റ് മാത്രമേ ഉള്ളൂ. സോ ഇതെന്താണ്? ഒരു സൈക്കിൾ ആണ് എന്ന് പറയാൻ പറ്റും. കോൺസെപ്റ്റ് വ്യത്യാസം മനസ്സിലായോ? അതായത് ഞാൻ വീണ്ടും പറയാൻ കാരണം വെച്ചാൽ നമ്മൾ ഇവിടെ സിഗ്മ വെച്ച് തുടങ്ങി ഒരു നീറ്റ ഡിഫൈൻ ചെയ്തു, ഒരു നീറ്റ നമ്മൾ കണ്ടുപിടിച്ചു.
ഈ നീറ്റ് എന്താണ് സൈക്കിളാണ്, പക്ഷെ സിഗ്മ ഇവിടെ എന്തല്ല സൈക്കിൾ. അപ്പോൾ ഒരു പെർമ്യൂട്ടേഷൻ സൈക്കിൾ ആവണമെന്നുണ്ടെങ്കിൽ അതിനെന്തായിരിക്കണം ഒന്നിൽ കൂടുതൽ എലമെന്റ്സ് ഉള്ള ഒരൊറ്റ ഓർബിറ്റ് മാത്രം ഉണ്ടാവാൻ പാടുള്ളൂ. ഒന്നിൽ കൂടുതൽ എലമെന്റ്സ് ഉള്ള ഒരു ഓർബിറ്റ് മാത്രം ഉള്ള പെർമ്യൂട്ടേഷൻ ആണ് നമ്മൾ എന്താ പറയുന്നത് സൈക്കിൾ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഡെഫിനേഷൻ നമുക്ക് എഴുതാം, അത് ഞാൻ ബോർഡിൽ ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചു തരാം. ഇപ്പം നിങ്ങൾ ഇതൊന്നും എഴുതി വെച്ചാൽ മതി. ഓക്കെ, അതിന് താഴെ നിങ്ങൾ എഴുതിക്കോളൂ, താഴെ നിങ്ങൾ ഇത് എഴുതി വെച്ചിട്ട് എഴുതിക്കോളൂ, താഴെ എഴുതിക്കോളും. Such permutation is called cycle. That is, such permutation is called cycle and denoted by cycle 1587. 1587 അത്ര എഴുതി വെച്ചാൽ മതി. ബാക്കി നമ്മൾ ഡെഫിനേഷൻ പറയാം. ഓക്കെ, നോക്കാം നമുക്ക് ആ ഫോമിൽ ഡെഫിനേഷൻ എന്താണെന്ന് നോക്കാം. സൈക്കിൾ എന്ന് പറയുന്നത് പെർമ്യൂട്ടേഷൻ സിഗ്മ ബിലോങ്സ് ടു എസ് is a cycle if it has at most one orbit containing more than one element. at most one element, one orbit എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ എലമെന്റ് വരുന്ന ഒറ്റ ഓർബിറ്റ് മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ. അത്തരം പെർമ്യൂട്ടേഷൻ ആയിരിക്കും. അത്തരം പെർമ്യൂട്ടേഷൻ നമ്മൾ എന്ത് പറയുന്നത് സൈക്കിൾ എന്ന് പറയുന്നത്. ലെങ്ത് ഓഫ് ദാറ്റ് സൈക്കിൾ എന്ന് പറയുന്നത് നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ ഈസ് ലാർജസ്റ്റ് ഓർബിറ്റ്. ആ ലാർജസ്റ്റ് ഓർബിറ്റിൽ വരുന്ന നമ്പർ ഓഫ് എലമെന്റ്സ് ആണ് അതിന്റെ ലെങ്ത് നമ്മൾ ഡിഫൈൻ ചെയ്യും. ഇതാണ് നമ്മൾ എന്ത് പറയുന്നത് സൈക്കിൾ ആയിട്ട്. നമ്മൾ രണ്ട് കാര്യങ്ങളാണ് ഇന്ന് ഡിസ്കസ് ചെയ്തത്, ഓർബിറ്റ് എന്താണെന്നും സൈക്കിൾ എന്താണ്. ഓക്കെ, ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നത്തെ ചെറിയൊരു വീഡിയോ എന്ന് പറയുന്നത്. ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണാം, അതുപോലെ തന്നെ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക, അതുപോലെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, പിന്നെ നമുക്ക് ഇന്നത്തെ ഈ സെഷൻ നമുക്ക് അവസാനിപ്പിക്കാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.